തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. കുറച്ച് തേങ്ങയും കുറച്ച് കപ്പലണ്ടിയും ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും എടുത്തു വച്ചിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി ഇത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് സവാള മാത്രം ഞാൻ വേറെ പാത്രത്തിലിട്ടൊന്ന് മൊരിച്ചു കോരുന്നുണ്ട്. സവാള വഴന്നു വന്നു കഴിയുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ട് വഴറ്റുകയാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. ഇത് വഴന്നു വന്നു കഴിയുമ്പോൾ ചിക്കൻ പീസ് ഇടുകയാണ്. ഏകദേശം വഴന്നു. ഉപ്പിട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കി മാറ്റി വെച്ച് തീയിലിട്ടിരിക്കുകയാണ്. നല്ലവണ്ണം ആവി വന്നടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മീഡിയം തീയിലിട്ട് വേവിക്കണം. പച്ചമുളക് ഞാൻ ഈ സമയം ഇട്ട് കൊടുത്തു. നേരത്തെ ഇടണമെങ്കിൽ നേരത്തെ ഇടാം. അത് ഇടുമ്പോൾ ഒത്തിരി കുത്തൽ കൂടുതലായതുകൊണ്ട് ഞാൻ വൈകി ഇട്ടതാണ്. ഇപ്പോൾ പൊരിച്ച് വെച്ച് സവാളയാണ് ഇത്. ഇതാ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിലിട്ട് അരയ്ക്കുകയാണ്. സവാളയുടെ ആ ഒരു പൊരിച്ച സവാളയുടെ രുചി നല്ലതാണ്. ഉള്ളിയായാലും പൊരിച്ചെടുത്താൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിയിടണം. വെള്ളം ഒഴിക്കാതെയാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൂടാതെ അതിൻ്റെ നെയ്യും ഇറങ്ങി വരും. അപ്പം ഞാൻ അരപ്പ് ചേർത്ത് കുറുകി പാകമായി ചിക്കൻ റോസ്റ്റ് റെഡി.